ഡാ നീ എന്നിട്ട് ഇവിടെ ഈ പൊട്ടം പുട്ട് കണ്ട പോലെ ഇരിക്കണേ? നിനക്കറിയോ എന്നെ ഒരു രസമുണ്ടോ? എന്നെ കുഞ്ഞിലെ തൊട്ട് എല്ലാവരും പൊട്ടെന്ന് വിളിക്കും. പക്ഷെ സത്യത്തിൽ എനിക്ക് ബുദ്ധിയൊക്കെ ഉണ്ടോ? എടാ ചൂടെടുത്തിട്ട് പോയാലോ? നമുക്കിടയിലും വെള്ളച്ചാട്ടത്തിൽ പോയാലോ കുളിക്കാനായിട്ട്? പോയാലോ? എടാ ഞാൻ വീട്ടിൽ നിന്ന് രാവിലെയും വൈകിട്ടൊക്കെ കുളിച്ചിട്ട് തന്നെ വരുന്നു. എടാ ഞാൻ വെള്ളത്തിലൊന്നും ചാടാനില്ലടാ. അതെന്താ? നീ വലിയ നീന്തലിൻ്റെ വിദഗ്ധനും വലിയ മുങ്ങാങ്കുഴിയിട്ട് പോണതും ഇങ്ങനെയൊക്കെ അല്ലേ? പിന്നെന്താ നിനക്ക് ബുദ്ധിമുട്ട്? എടാ എൻ്റെ കൂട്ടുകാരൻ കഴിഞ്ഞിടയ്ക്ക് വെള്ളത്തിൽ ചാടി ചത്തുപോയി. അതെങ്ങനെയാടാ? അത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലായിരുന്നു. ഭയങ്കര നല്ല നീന്തൽക്കാരനാണ്. അവൻ്റെ അച്ഛൻ നല്ല നീന്തൽക്കാരൻ. ഇവനൊക്കെ എന്ത് ചെയ്യുന്നു, ഈ മറ്റേ നാട്ടുകാർ പുലിമുരുകൻ എന്നൊക്കെ വിളിക്കുമ്പോഴേ ഈ മറ്റേ പുഴ നിറഞ്ഞൊഴുകുമല്ലോ. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഇവൻ ഇതൊക്കെ നീന്തി കടന്ന് തടിയൊക്കെ പിടിച്ചെടുക്കും. അപ്പോൾ ഇവനെന്ത് ചെയ്യുന്നു, നാട്ടുകാർ പുലിമുരുകൻ എന്ന് വിളിക്കും. ഓ മറ്റേ പുലിമുരുകൻ. എടാ പുലിമുരുകനൊന്നും അല്ലടാ, അത് നരൻ. ബോധമില്ല നിനക്ക്? നരനോ കാലാപ്പാനിയോ എന്തോ ആയിക്കോട്ടെ. അവൻ്റെ ഓട്ടോയിലുണ്ടല്ലോ ലാലേട്ടൻ്റെ ഓരോ പടത്തിൻ്റെ പേര് എഴുതി വയ്ക്കുക. അതിന് രസം തോന്നും. ഇവനിങ്ങനെ മറ്റേ പണിയൊക്കെ കഴിഞ്ഞ് വരാൻ നേരം നമ്മൾ നരാന്നങ്ങനെ ഇടാം, നരം വരുന്നിടാന്നങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉടനെ ഇങ്ങനെ. പിന്നെ ഇവൻ ഡൈവ് ചെയ്യാൻ വരുന്നുണ്ടല്ലോ, ലാലേട്ടൻ വരുന്നുണ്ടേ വന്നിച്ചിട്ട് ഒറ്റ ചാട്ടോ. ലാലേട്ടൻ കണ്ടാലുണ്ടല്ലോ എനിക്ക് കൂമ്പിടിച്ച് പാട്ട്. എന്ത് ദുരന്തം വരുന്നറിയോ ഇവനെ. അങ്ങനെ നിന്നപ്പോഴാണ് നമ്മുടെ ഒരു ചങ്ക് ചേടാ നിനക്കേ, നീ വലിയ നീന്തൽക്കാരൻ, നീ വലിയ നരനൊക്കെ അല്ലേ. അപ്പോഴത്തേക്കും എന്തേ എന്ന് ചോദിച്ചു. പറഞ്ഞു നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ഒരു ദോശച്ചട്ടി അരയിൽ കെട്ടിച്ചിട്ട് ഈ വെള്ളത്തിൽ ചാടാൻ പറഞ്ഞു. അത് ആ പുഴ നിറഞ്ഞൊഴുകുന്ന സമയത്താണ് ഈ പൊട്ടൻ എന്ത് ചെയ്യുന്ന, കേട്ട പാതി കേൾക്കാത്ത പാതി വീട്ടിൽ പോയി വന്ന് ദോശച്ചട്ടിയും കെട്ടിച്ചിട്ട് പുളുക്കോന്ന് പറഞ്ഞൊരു ചാട്ടം ചാടി. പിന്നെ ഒരു ഗുണമുണ്ടായി. 16-ാമത്തെ ദിവസം വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ ഇഡ്ഡലിയും സാമ്പാറും കഴിച്ചു. എടാ ഒരു വെറൈറ്റി ഒക്കെ ആയിട്ട് ദോശ ആക്കാൻ പാടില്ലേ? പുള്ളി എന്തായാലും ദോശ ഇതായിട്ട് ചാടി. പ്ലാൻ ഉണ്ടായിരുന്നുണ്ടോ? പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ, ഞാൻ ആ നാട്ടിലില്ലടാ. ആ ഇഡ്ഡലി വെച്ചവന്മാരുടെ നോട്ടം കണ്ടു കഴിഞ്ഞാണല്ലോ ഞാനാണ് അവനെ തള്ളിയിട്ട് കൊന്നതെന്ന് തോന്നുന്നു. അത് കാരണം എന്ന് പറഞ്ഞാൽ ഈ തെണ്ടികൾ മൊത്തം എന്തെങ്കിലും ആവശ്യത്തിന് എവിടെയെങ്കിലും കള്ളവെടി വെക്കാൻ പോവുകയാണെങ്കിലും വീട്ടിൽ പറയുന്നത് ഞാൻ അവൻ്റെ വീട്ടിൽ പോയിട്ട് വരാവേ, എന്നിട്ട് തിരിച്ച് സർവ്വ സുനാപ്പിയും കഴിഞ്ഞിട്ട് വീട്ടിൽ ചെല്ലും. ഞാൻ അറിയുന്ന പോലുമില്ല. ഈ വീട്ടിൽ ഇരിക്കുന്ന കുടുംബശ്രീ തള്ളമാരുണ്ടല്ലോ പറയുന്നത് എന്താ, എൻ്റെ കൊച്ചു വിഴച്ചു പോയത് അവൻ്റെ കൂടെ കൂടിയിട്ടാണ്. എനിക്ക് വയ്യ. അതൊരു നല്ല കാര്യമാണ്. ചാടിപ്പോണം. അയ്യോ